ഞാൻ ഡോൺ ബിജു. ഞാൻ അലൈന ബൈജു. നമസ്കാരം, ഏവർക്കും കളമ്പാട്ടൂരം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുഹൃദയ കത്തോലിക്ക സർവകലാശാല മേധാവിയുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി. യുദ്ധം ഒരു നന്മയും കൊണ്ടുവരുന്നില്ല, കർദിനാൾ പിയത്രോ പരോളിൻ. സ്വർഹാരോപണ തിരുനാളിന് ഒരുക്കമായി സമാധാന ആഹ്വാനവുമായി കർദിനാൾ പിറ്റ് സബല്ല. കേരള കത്തോലിക്ക സഭയിൽ 2025 ഹരിതശീലം വർഷമായി ആചരിക്കുമെന്ന് കേരള കത്തോലിക്കൻ സമിതി. ഒളിമ്പിക്സിലെ ക്രിസ്ത്യൻ മതനിന്ദയ്ക്കെതിരെ ഫ്രഞ്ച് മെത്രാൻ സംഘത്തിന് ആഗോള സഭയുടെ പിന്തുണ. വയോധികരെ ശുശ്രൂഷിക്കുന്ന സംസ്കാരം വളർത്തണം. ബിഷപ്പ് നെല്ലിക്കുന്നിൽ. നയപുണ്യ IAS അക്കാദമിയുടെ 2024 അധ്യയന വർഷത്തിന്റെ ഉദ്ഘാടനം. വാർത്തകൾ വിശദമായി. ലോകോത്തര മേഖലയിൽ ഏറെ സംഭാവനകൾ നൽകിയിട്ടുള്ള തിരുഹൃദയ കത്തോലിക്ക സർവകലാശാലയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ എലേന ബെക്കലിയുമായി ഫ്രാൻസിസ് പാപ്പ കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലിപ്പോൾ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ചയിൽ പ്രധാന വിഷയമായിരുന്നു. വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാളിനോടനുബന്ധിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ അസീസിയിലെ പുണ്യവതിയുടെ ബസിലിക്കയിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും സമാധാനത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു. മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനുള്ള ഒരുക്കമായി സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇടയ സന്ദേശം നൽകി. വിശുദ്ധ ബലിക്ക് മുൻപോ ശേഷമോ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണമെന്ന് കർദിനാൾ ഓർമ്മിപ്പിച്ചു. ദുരിതബാധിതരെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉത്തരവാദിത്തമുള്ളവരാണ് ക്രൈസ്തവരെന്ന് കർദിനാൾ പറഞ്ഞു. സംസ്ഥാന രൂപത, ഇടവക തലങ്ങളിലും സഭാ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഹരിതശീല പ്രയത്നങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് KCBC ആഹ്വാനം ചെയ്തു. ഫ്രാൻസിൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അന്ത്യത്താഴ രംഗത്തെ അവഹേളിച്ച ദൃശ്യത്തിനെതിരെ ഫ്രഞ്ച് കത്തോലിക്ക മെത്രാൻ സംഘം ഉയർത്തിയ പ്രതിഷേധത്തിന് ആഗോള സഭയിൽ വിവിധ മെത്രാൻ സംഘങ്ങൾ പിന്തുണ അറിയിച്ചു. വയോധികരെ ശുശ്രൂഷിക്കുന്ന സംസ്കാരം വളർത്താൻ എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണമെന്ന് ഇടുക്കി രൂപത ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നിൽ ആവശ്യപ്പെട്ടു. ലോക വയോജന ദിനാചരണം ഇടുക്കി രൂപതയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. ഇടവക വിശേഷവുമായി ഇവാനിയ ഗ്രേസും റോസ് ഗ്രേസും നമ്മോടൊപ്പം ചേരുന്നു. ഇടവക വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിന് ആസ്പദമാക്കി കൊളാഷ് മത്സരം തിരുഹൃദയ ദേവാലയത്തിൽ നടത്തപ്പെട്ടു. അതിൽ 28 കുട്ടികൾ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകാമെന്ന് വികാരി ഫാദർ സാൻജോ കണ്ണമ്പിള്ളി അറിയിച്ചു. പ്രൊമോട്ടേഴ്സ് വിസിറ്റ്. നമ്മുടെ മതബോധന യൂണിറ്റിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി കാനൂർ ഫൊറോന കൗൺസിലിൽ നിന്നും പ്രൊമോട്ടർമാരായ നീലീശ്വരം കരേച്ചാമാതാ ദേവാലയത്തിലെ ഫ്രാൻസിസ് സാറും മച്ചൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ പോളച്ചൻ സാറും നമ്മുടെ ഇടവകയിൽ സന്ദർശിക്കാനെത്തി. നമ്മുടെ കുട്ടികളുടെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തവും വികാരിയച്ഛന്റെ നിർഭരമായ വിശുദ്ധ കുർബാനയും ആത്മാവിനെ ഉണർത്തുന്ന ബലിയർപ്പണമെന്ന് പ്രൊമോട്ടേഴ്സ് അഭിപ്രായപ്പെട്ടു. 2023-24 അധ്യയന വർഷത്തെ A+ ഗ്രേഡുകാരെ സമ്മാനങ്ങൾ നൽകി അഭിനന്ദിച്ചു. അന്നേ ദിവസം 11ാം ക്ലാസ്സിലെ കുട്ടികൾ ഒരുക്കിയ അതിമനോഹരമായ വാൾ മാഗസിൻ ലീഡേഴ്സായ മാസ്റ്റർ ജോർജ് ഷാജു, കുമാരി ദീപ ബിജു എന്നിവരിൽ നിന്നും കൈവാങ്ങി. ബഹുമാനപ്പെട്ട വികാരി ഫാദർ സാൻജോ കണ്ണമ്പിളിയും പ്രൊമോട്ടേഴ്സും പ്രകാശനം ചെയ്തു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത കർദിനാൾ ജോസഫ് പാറക്കാത്തിൽ മെമ്മോറിയൽ കേശവയം അരങ്ങ് 2024 തൃക്കാക്കര നൈപുണ്യ ഇന്റർനാഷണൽ സ്കൂൾ വെച്ച് നടത്തപ്പെട്ടു. കാഞ്ഞാർ ഫൊറോനയിൽ മാർഗംകളി മത്സരത്തിൽ നമ്മുടെ ഇടവക പങ്കെടുത്തു. അതിൽ നമ്മുടെ ഇടവകയ്ക്ക് A ഗ്രേഡ് ലഭിക്കുകയും വികാരിച്ച് കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യ ദിനവും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോട് അനുബന്ധിച്ച് രാവിലെ 6:30 വിഷ്ണു കുർബാനയ്ക്ക് ശേഷം 8ാം ക്ലാസ്സിൽ കുട്ടികൾ സീൽശരം അംഗത്വ സ്വീകരണവും നടത്തി. കൂടാതെ 2023-24 അധ്യയന വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമന്റോയും മെഡലും നൽകി ആദരിച്ചു. അതിനുശേഷം വികാരി ഫാദർ സാൻജോ കണ്ണമ്പിള്ളി ദേശീയ പതാകയും സീൽശര പതാകയും ഉയർത്തി. ഓഗസ്റ്റ് 15 ബിരിയാണി ചലഞ്ച് നടത്തുകയും അതിൽ ഇടവകയിലെ മുഴുവൻ ജനങ്ങൾ സഹകരിക്കുകയും ചെയ്തു.
ഇതോടെ ഈ ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.